ഹായ് എവരിവൺ, ഹൈടെക് ട്രാവലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തൃശ്ശൂർ ജില്ലയിലാണ് നിൽക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ അപ്പോൾ നമ്മുടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോകുന്ന വഴിയാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ കണ്ട കാഴ്ചയാണ് ഇതെന്ന് പറയുന്നത്. നമ്മുടെ ചാലക്കുടി നദിയാണ്. നമ്മുടെ ആതിരപ്പള്ളി വാട്ടർഫോൾസിലെ വെള്ളം എല്ലാം ഒലിച്ച് ഈ വഴിയാണ് വരുന്നത്. ഇവിടെ നേരെ തൃശ്ശൂർ അങ്ങോട്ട് ആ റൂട്ട് അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ള സീനറി കണ്ട് നിന്നതാണ്. കണ്ടില്ലേ, സൂപ്പറായിട്ടുള്ളൊരു കിടിലം വ്യൂ ആണ്. അപ്പോൾ നമുക്ക് നേരെ ഇനിയിപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് നേരെ ആതിരപ്പള്ളി വാട്ടർഫോൾസ് കാണാൻ വേണ്ടി പോവാം. നല്ലൊരു കിടിലം വീഡിയോ ആണ്. മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തുണ്ട് സബാൻ ഫ്രം കൊല്ലം. അപ്പോൾ നമ്മൾ രണ്ടുപേരായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് വഴിയിലുള്ള കാഴ്ചയൊക്കെ കണ്ട് നമുക്ക് നല്ല അടിപൊളി വീഡിയോ ആണ്. എല്ലാവരും മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ബൈക്കിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലായിട്ട് നമുക്ക് കാട്ടിലൂടെയുള്ള ഒരു യാത്രയാണ്. അങ്ങനെ കണ്ടില്ലേ, നല്ല രീതിയിലുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് അങ്ങനെ പോവുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 12 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട് നമുക്ക് ആതിരപ്പള്ളിയിലോട്ട് എത്താൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ആതിരപ്പള്ളി വാട്ടർഫോൾസ്. അപ്പോൾ നമ്മളിവിടെ ദൂരം നിന്നുള്ള വ്യൂ ആണ്, കണ്ടില്ലേ. നമ്മൾ പോകുന്ന റൂട്ടിലാണ്. അപ്പോൾ നല്ലൊരു വ്യൂ പോയിന്റ് കണ്ട് അങ്ങനെ നമ്മൾ നടത്തിയതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നേരെ അങ്ങോട്ട് പോകാം. അപ്പോൾ ദൂരം നിന്നുള്ള വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്, കണ്ടില്ലേ. സൂപ്പറായിട്ടുള്ളൊരു വ്യൂ ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളിപ്പോൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വഴിയാണ് നേരെ നമുക്ക് ടിക്കറ്റ് എടുത്ത് അകത്തോട്ട് പോകാം. ഓപ്പൺ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇതാണ് നമുക്ക് ഇവിടെ നിന്ന് വാൽപ്പാറ, അതായത് പൊള്ളാച്ചി അങ്ങോട്ടൊക്കെ പോകാനുള്ള റൂട്ട് മാപ്പ് കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നേരെ ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോവാം. ടിക്കറ്റ് എടുത്ത് നമുക്ക് ഇവിടുത്തെ ഇതെല്ലാം കണ്ടുകൊണ്ട് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തു. 100 രൂപയാണ് രണ്ടുപേർക്കും കൂടെ, ഒരാൾക്ക് 50 രൂപ. അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ഹെൽമെറ്റ്, ബാഗ് അതൊക്കെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ അത് വെക്കാൻ വേണ്ടിയുള്ള ക്ലോക്ക് റൂമൊക്കെ ഇവിടെ ഉണ്ട്. ഹെൽമെറ്റൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹെൽമെറ്റ് വെക്കണതിന് 10 രൂപയൊക്കെയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ വഴിയാണ് നമുക്ക് നേരെ മുകളിലോട്ട് പോകാനുള്ളത്. കുറച്ച് ദൂരം നടക്കാറുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ നടന്ന് നേരെ മുകളിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ മുകളിലോട്ടുള്ള നടത്തത്തിലാണ്. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലായിട്ട് കണ്ടില്ലേ, കാടിൻ്റെ നടുവിലൂടെയാണ് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള വ്യൂ ആണ് ഇവിടെ നിന്നുള്ളതൊക്കെ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ ടൂറിസ്റ്റൊക്കെ ഇത് കാണാൻ വേണ്ടി വരുന്നവരുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോവുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ നടന്ന് കണ്ടില്ലേ, കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെയാണ് ഗൈസ് നമ്മൾ പോകുന്നത്. നമുക്കിവിടെ നേരെ താഴോട്ട് പോകാം. താഴെ നിന്നുള്ള വ്യൂ എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു 4:30 മണി അടുപ്പിച്ചായിട്ടുണ്ട്. അപ്പോൾ 5 മണി വരെ ഇങ്ങോട്ട് താഴോട്ടുള്ള എൻട്രി ഉള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും താഴെ പോയിട്ട് നമുക്ക് നേരെ തിരിച്ച് മുകളിൽ വരുമ്പം ഞാൻ മുകളിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ താഴെ പോകാം. താഴെ നിന്നുള്ള വ്യൂ കണ്ടിട്ട് വരും. അങ്ങനെ നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു 10 മിനിറ്റ് അടുപ്പിച്ചായി. കണ്ടില്ലേ, ഇത് ഇന്ന് അങ്ങ് താഴെ വരെ ഉണ്ട്. എനിക്ക് നടന്ന് പോവുകയാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല കരിങ്കല്ലുകൊണ്ടുള്ള വഴിയാണ്. എനിക്ക് എന്തായാലും എത്താറായിട്ടുണ്ട്. കുറച്ച് ദൂരം കൂടെ ഇവിടെ നിന്നിട്ട് ഇനി കുറച്ച് ദൂരം കൂടെ അപ്പോൾ എത്താറായിട്ടുണ്ട് സ്ഥലം. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളിപ്പോൾ നേരെ നമ്മുടെ ആതിരപ്പള്ളി വാട്ടർഫോൾസിൻ്റെ താഴത്ത് നിന്നുള്ള വ്യൂ കാണാൻ വേണ്ടി നമ്മൾ ഇത്രയും ദൂരം ചുറ്റി കറങ്ങി നമ്മൾ ഇറങ്ങി നേരെ താഴെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, എൻ്റെ പിറകിലായിട്ട് കാണുന്ന വെള്ളച്ചാട്ടമാണ്. അത് മറ്റേ നമ്മുടെ വെള്ളം വീഴുന്ന ഫോഴ്സിൽ നമുക്ക് കാണാൻ പറ്റാത്തതിന് നമുക്കിവിടെ നടന്ന് അങ്ങോട്ട് പോകാം. നല്ലൊരു സൂപ്പറായിട്ടുള്ള വ്യൂ ആണ് ഗൈസ്. നല്ല കിടിലായിട്ടുള്ള വ്യൂ ആണ്. നല്ല ഇഷ്ടം പോലെ വെള്ളം നല്ല അടിപൊളിയായിട്ട് താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും പോയി കാണാം. നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. കണ്ടില്ലേ, നല്ല കിടിലായിട്ടുള്ള വ്യൂ ആണ് ഇവിടെ നിന്ന്. അങ്ങോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല, ഒരു വാലി വെച്ച് ഇതാക്കിയിട്ടുണ്ട്. പക്ഷെ നല്ല രീതിയിലുള്ള വെള്ളച്ചാട്ടമാണ്. നല്ല ഫോഴ്സിലാണ് വന്ന് വീണുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചയാണ്. നമുക്ക് എന്തായാലും അവിടെ പോയി ഇന്ന് 2-3 റീൽസും കാര്യമൊക്കെ എടുക്കണം. ഈ വെള്ളം ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ വീണ് അങ്ങോട്ട് ആ വഴി ഇങ്ങനെ ഒലിച്ച് നേരെ അങ്ങോട്ട് പോകും. അപ്പോൾ എന്തായാലും കൊള്ളാമെന്നുള്ളൊരു സൂപ്പറായിട്ടുള്ളൊരു കാഴ്ചയാണ് ആ കാഴ്ച. അങ്ങനെ നമ്മൾ നനഞ്ഞ് പകുതി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല രീതിയിലുള്ള വെള്ളം വന്ന് മുഖത്തടിക്കുന്നുണ്ട്. കണ്ടില്ലേ, ക്യാമറയൊക്കെ അടിച്ചു പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം കൊള്ളാമെന്നുള്ളൊരു സമയമാണ് വരാൻ വേണ്ടി. അപ്പോൾ വരുമ്പോൾ നിങ്ങളെല്ലാം ഒന്ന് നോക്കി അന്വേഷിച്ചിട്ടൊക്കെ വരിക. ചില സമയത്തൊക്കെ ഇവിടെ ക്ലോസിംഗ് ആണ്. അതേപോലെയുള്ള കാര്യമൊക്കെ നോക്കിയിട്ട് വേണം വരാൻ വേണ്ടി. എന്തായാലും സൂപ്പറായിട്ടുള്ളൊരു ഇതാണ്. ഇപ്പോൾ അത്യാവശ്യം കൊള്ളാമെന്നുള്ളൊരു ഇതും കാര്യങ്ങളാണ്. വലുതായിട്ടുള്ള തിരക്കുകളൊന്നുമില്ല.
ഞാൻ നനഞ്ഞിപ്പോൾ പകുതിയായിട്ടുണ്ട്, കണ്ടില്ലേ. ഇത് നേരത്തെ അറിഞ്ഞിട്ട് ഞാൻ തോർത്തൊക്കെ കൊണ്ടുവന്നിന്. എന്തായാലും സൂപ്പറായിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇവിടെ നേരെ ഇനി മുകളിൽ പോവാം. മുകളിൽ നിന്നുള്ള വ്യൂ നമുക്ക് ഇവിടെ ഏകദേശം ഒരു 5 മണി ആവാറായിട്ടുണ്ട്, ക്ലോസിങ് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ നേരെ മുകളിലോട്ട് പോകാം. മുകളിൽ നിന്നുള്ള കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അത്യാവശ്യം കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. വീഡിയോസ് റീൽസൊക്കെ എടുക്കാൻ വേണ്ടി ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഞാനും അത്യാവശ്യം ഇഷ്ടംപോലെ വീഡിയോ റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം കൊള്ളാമെന്നുള്ള ഒരു ടൈമാണ്. നിങ്ങൾ വരാൻ താല്പര്യമുള്ളവരൊക്കെ വരിക. സൂപ്പറായിട്ടുള്ള വ്യൂവും കാര്യമൊക്കെയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ താഴ്ന്നു നിന്നുള്ള വ്യൂ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ മുകളിൽ നിന്നുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. നമ്മൾ നേരെ ഇവിടെ നിന്നാണ് വെള്ളം നേരെ കുത്തി വലിച്ച് താഴോട്ട് വരണം. നമുക്ക് അങ്ങോട്ട് അവിടെ നിന്നുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ ഫ്രണ്ട്, ഇതാണ് ഇവിടുത്തെ മുകളിൽ നിന്നുള്ള വ്യൂ. കണ്ടില്ലേ, അങ്ങോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടി കയറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, അങ്ങനെയുണ്ട്. സൂപ്പറായിട്ടില്ലേ. ഇതാണ് ഇവിടുത്തെ മുകളിൽ നിന്നുള്ള വ്യൂ. അത്യാവശ്യം സൂപ്പറായിട്ടുള്ളൊരു ഇതാണ്. അതേപോലെ തന്നെ അവിടെ 2 പേര് ഇരിപ്പുണ്ട്. കണ്ടില്ലേ, ഇങ്ങോട്ട് ആരും ഇറങ്ങാതിരിക്കാൻ വേണ്ടി നമ്മളെ കൂടാരം കെട്ടി 2 പേര് അവിടെ ഇരിപ്പുണ്ട്. എന്തായാലും സൂപ്പറായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഗായ്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു 5:30-6 മണി അടുപ്പിച്ചായിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടുന്ന് തിരിച്ചിറങ്ങാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക. അതേപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്നതാണ്. അതുവരേക്കും ബൈ.